ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു ഷീറ്റ് വർക്കായിട്ടാണ്. ഷീറ്റ് വർക്കുണ്ട്, അതേപോലെ നല്ലൊരു സ്റ്റെയർ കേസിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ വീടിൻ്റെ ഫ്രണ്ടിലും അതേപോലെ വർക്ക് ഏരിയയിൽ നമ്മൾ ഷീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിലത്തെ ഷീറ്റ് വർക്ക് എന്ന് പറഞ്ഞാൽ ഒരു വി മോഡലിലാണ് നമ്മൾ ഇതിൻ്റെ പോസ്റ്റ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ വീടിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ടാണ് നമ്മളൊരു വി മോഡൽ കൊടുക്കുന്നത്. നല്ല ഭംഗി ഉണ്ടാവുകയും ചെയ്യും. മറ്റേ നമ്മൾ ഒരു സിംഗിൾ പോസ്റ്റ് അത്ര ഭംഗി ഉണ്ടാവില്ലല്ലോ. അതേപോലെ ഇതിൻ്റെ വർക്ക് ഏരിയയിൽ നമ്മൾ ഷീറ്റ് വരിട്ടുണ്ട്. വർക്ക് ഏരിയയിൽ ഷീറ്റ് പറഞ്ഞാൽ ഒരു സൈഡ് ഒരു നീളം എന്ന് പറഞ്ഞാൽ 17 അടിക്ക് അടുത്ത് വരുന്നുണ്ട്. 17 അടുത്ത് വരുന്നുണ്ട്. പിന്നെ വർക്ക് ഏരിയയുടെ സൈഡ് വരുമ്പോൾ നമുക്ക് വരുന്നതൊരു 10 അടി ഒക്കെ വരുന്നുണ്ട് നീളം. മൊത്തം സ്ക്വയർ ഫീറ്റ് നോക്കണമെങ്കിൽ ഒരു 450-500 സ്ക്വയർ ഫീറ്റിൻ്റെ അടുത്ത് മൊത്തം വരും. ഇതാണ് സ്റ്റെയർ കേസ്. ഇതിൻ്റെ സ്റ്റെയർ കേസ് ഒരു പുതിയ മോഡലായ ഒരു സ്റ്റെയർ കേസാണ്. അത് ഫുള്ളായിട്ട് ഗ്രില്ല് പോലെ മുകളിലോട്ട് ചെയ്യണം. നമ്മൾ പുറക്കത് ഒന്ന് സ്ക്വയർ ട്യൂബ് കൊണ്ടാണ് ജീപ്പ് ട്യൂബിൽ നമ്മൾ ചെയ്തിരിക്കുന്നത്. അതേപോലെ ഇതിൽ ഒരു കള്ളിയിൽ 2 ഫ്ലവർ വെക്കാനുള്ള തട്ടായിട്ടാണ് ഇതിൻ്റെ പട്ട അടിച്ചിരിക്കുന്നത്. ഇത് സൈഡിൽ നിന്നാണ് ഇത് വരുന്നത്. സൈഡിൽ നിന്ന് ചിന്താൻ സ്റ്റെപ്പ് വളരെ വീതി കുറവാണ്. അപ്പോൾ ഈ സ്റ്റെപ്പിൻ്റെ വീതി പറഞ്ഞൊരു 30 ഇഞ്ചോളൊക്കെ കിട്ടുന്നു. അപ്പോൾ അത് നമ്മുടെ സ്റ്റെപ്പിൽ കൂടെ ഇനി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് വീണ്ടും വീതി കുറയും. അപ്പോൾ സൈഡിലാകുമ്പോൾ അത് വീതി കുറയില്ല, കാണാൻ നല്ലൊരു ഫിനിഷിംഗ് ആണ്. അതേപോലെ കുട്ടികൾ താഴ്ത്തി കാട്ടിരിക്കാനൊക്കെ സേഫ്റ്റി കൂടിയാണ് ഇങ്ങനത്തെ വർക്ക് ചെയ്യുന്നത്. വെർട്ടിക്കലാകുമ്പോൾ സാധാരണ വെർട്ടിക്കൽ വെക്കുമ്പോൾ നമുക്ക് ഇത്രയും ഒരു ഫിനിഷിങ് ഉണ്ടായിരുന്നില്ല. സാധാരണ ഒരു പൈപ്പ് വെറുതെ പിടിക്കുക. മുകളിൽ ഇപ്പോൾ നമ്മൾ വെച്ചത് ഇത് അടിയിലേക്ക് പോയി നോക്കി കഴിഞ്ഞാൽ രണ്ടിൻ്റെ ഒരു ഭംഗി നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. അതേപോലെ തന്നെ ഇത് നമുക്ക് അധികം ടൈൽസിൽ ഹോള് വരുന്നില്ല. സൈഡാകുമ്പോൾ നമുക്ക് നേരെ പ്ലേറ്റ് അടിച്ച് ആങ്കർ ബോൾട്ട് ചെയ്ത് ടൈറ്റ് ചെയ്ത് നിർത്തിയേക്കാണ്. പിന്നെ അതേപോലെ തന്നെ മുകളിലും ആങ്കർ ബോൾട്ട് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇതിൽ പട്ട വെച്ചാലൊക്കെ നമ്മളൊരു മരത്തിൻ്റെ പീസ് പോലെ വരും. ഒരു 4 ഇഞ്ചിൻ്റെ വീതിയിലുള്ള മറ്റേ മരത്തിൻ്റെ പീസാണ് വരുന്നത്. അതാകുമ്പോൾ അതിന് മുകളിലൊരു വൈറ്റ് പെയിൻറ്റോ പേരടിച്ച് നല്ല ഭംഗിയുണ്ടാവും. അതിലാണ് നമ്മൾ ഫ്ലവറോ ട്രോഫിയോ അങ്ങനെ എന്ത് വേണമെങ്കിലും അതിൽ വെക്കാനും പറ്റും നമുക്ക്. പിന്നെ ഇതിൻ്റെ പൈപ്പ് പറഞ്ഞാൽ ഒന്നൊന്നാണ്. അത് നമ്മൾ പിന്നെ പറഞ്ഞാണ് ഒന്നൊന്നാണ്. അതേപോലെ ഇതിൻ്റെ ഒരു പൈപ്പ് നമ്മൾ നേരെ മെയിൻ സ്ലാബിൽ പോകുമ്പോൾ അടുത്ത രണ്ടാമത്തെ പൈപ്പ് നമ്മൾ കറക്റ്റ് ഒരു 3 അടി 3.5 അടിയുടെ അടുത്ത് വരും. നമ്മളെ ഹാൻഡ് ഡ്രൈവിൻ്റെ കൈവരിയുടെ ഹൈറ്റ് മാത്രം വരുന്നത്. അതാണ് ഇതിൻ്റെ മെയിൻ ഭംഗി. അതായത് കൂടുതൽ ഹൈറ്റുകൾ പോകുമ്പോൾ പൈപ്പിലെല്ലാം പോകുമ്പോൾ നമുക്ക് ഇത്ര വീതി കിട്ടില്ല. ഉള്ളിലത്തെ ഫ്ലവർ വെക്കുള്ള വീതിയൊക്കെ കുറവായിരിക്കും. ഇത് അപ്പോൾ നമുക്ക് ഒരെണ്ണം നമ്മൾ ചെറുതും ഒരെണ്ണം വലുതെന്നുള്ള രൂപത്തിലാണ് ഇതിൻ്റെ പാറ്റേൺ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൽ പറഞ്ഞാൽ നമ്മൾ പഠിച്ചത് അപ്പോക്സി ബ്ലാക്ക് ആണ്. പക്ഷെ അത് നമ്മൾ കറക്റ്റ് ഇതിൽ ഫുൾ പണി തന്നെ നല്ല ഭംഗിയായിരിക്കുകയാണ്. അതിൻ്റെ ടോപ്പ് റൈൽ തേക്കിൻ്റെ കളറും അതേപോലെ ഏട്ടയിൽ വരുന്ന പൈപ്പ് തേക്കിൻ്റെ കളറാണ്. ബാക്കി നീളത്തിൽ പോകുന്നതൊക്കെ ബ്ലാക്ക് ആൻഡ് ആയിട്ട് നിർമ്മിച്ചു. അങ്ങനെയാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ടോപ്പ് റൈപ്പ് മറ്റേ സെക്കൻഡ് ഭാഗത്ത് വന്നാൽ നമുക്കിപ്പോൾ സാധാരണ നമ്മൾ നോർമലായിട്ടുള്ള സ്റ്റെയർ കേസാണ് ചെയ്തിരിക്കുന്നത്. അത് നമ്മൾ ഒരു 3 അടി ഹൈറ്റ് സൈഡിൽ തന്നെ അതും കൊടുത്തിരിക്കുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റെപ്പ് മൊത്തം വീതി കുറവാണ്. അതായത് നമുക്ക് സൈഡിൽ നിന്ന് കൊടുത്തില്ലെങ്കിൽ തീരെ നമുക്ക് നടക്കാനോ സ്റ്റെപ്പിൽ വരുമ്പോൾ നമുക്കൊരു 2 ഇഞ്ച് 3 ഇഞ്ചോളം പിന്നെ അതിന് പെടുന്നു. അപ്പം സ്റ്റെപ്പിൻ്റെ വീതി ഒരു ചുരുങ്ങി നമുക്കൊക്കെ കിട്ടുകയാണെങ്കിൽ ഒരു 27 ഇഞ്ചൊക്കെ ഉണ്ടാവും. ഇതിങ്ങനെ നമുക്ക് മൊത്തം സ്റ്റെയറിൻ്റെ വീതി നമുക്ക് കിട്ടും ചെയ്യും. സ്റ്റെപ്പിന് വെച്ചാൽ യാതൊരു ഡാമേജും വരികയാണെങ്കിൽ മറ്റൊരാകുമ്പോൾ സ്റ്റെപ്പിന് ഹോളടിച്ചിട്ട് നമ്മൾ ടൈൽസൊക്കെ ഹോളടിച്ച് തുളയ്ക്കണം. അപ്പോൾ അതിനൊക്കെ ഭംഗിയാണ് സൈഡിലാകുമ്പോൾ. സൈഡ് നമുക്ക് വേറെ ഇതൊന്നും പ്രശ്നങ്ങളൊന്നും വരില്ല. ടൈൽസിന് യാതൊരു കംപ്ലൈൻറ്റും വരില്ല. ഇതേപോലത്തെ നല്ല സ്റ്റെയർ കേസ് വീഡിയോ കഴിഞ്ഞ് നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. പരമാവധി നമ്മുടെ ചാനൽ നല്ല സപ്പോർട്ട് ചെയ്യുക. നല്ല നമ്മുടെ ഷോർട്ട് വീഡിയോസ് വരുന്നത് അതിൻ്റെ പുറകെ തന്നെ നമ്മളെ ഫസ്റ്റ് ഇതിൻ്റെ ഷോർട്ട് വീഡിയോ വരും. പിന്നെ നമ്മുടെ കൂടെ തന്നെ നമ്മുടെ ലോങ് വീഡിയോസ് ഇത് ചെയ്യണതൊക്കെ നമ്മൾ ഫുള്ളായിട്ടുള്ള വീഡിയോസ് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനൽ നന്നായി സപ്പോർട്ട് ചെയ്യുക. ഷോർട്ട് വീഡിയോ ലോങ് വീഡിയോ ഒക്കെ കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് ഞങ്ങളോട്. ഞങ്ങളെ പരമാവധിയാണ് സമയം കണ്ട് നിങ്ങൾക്ക് മറുപടി തന്നിരിക്കുന്നതാണ്. പിന്നെ ഇതേപോലത്തെ നല്ല വീഡിയോകൾ വരുന്നവരെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.